ഹായ്. ടീച്ചേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മാസമായി. എന്നാലും കുഴപ്പമില്ല, ഒരു ടീച്ചറിൻ്റെ കഥ പറയാം. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വേറൊരു സ്കൂളിലോട്ട് മാറുന്നത്. അതുവരെ വീടിൻ്റെ അടുത്തുള്ളൊരു സാധാ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമെങ്കിലും അത്ര കാര്യമായിട്ടൊന്നും അങ്ങനെ പറയുമോ അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിൽ പോലും. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ പറഞ്ഞു, പള്ളീന് താഴെയുള്ളൊരു സ്കൂളിൽ തന്നെ, അത് CBSE സ്കൂളാണ്, അവിടെ പഠിക്കാം, അവിടെ സ്കോളർഷിപ്പൊക്കെ ഉണ്ട്, അവിടെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് മാറ്റുന്നത്. പക്ഷേ സിസ്റ്ററിന് അറിയില്ലല്ലോ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ ഈ പിള്ളേർ മുഴുവൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അവർക്കെന്തോ ഫൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നമാവുന്നത്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ടീച്ചർമാരാണെങ്കിൽ ചോദ്യം ചോദിക്കും, പുറത്ത് നിർത്തും. ഇത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. മിക്കവാറും പുറത്തായിരുന്നു ജീവിതം. അങ്ങനെ മാത്സും അറിയില്ല, സോഷ്യലും അറിയില്ല, സയൻസും അറിയില്ല, ആകെ അറിയുന്നത് മലയാളം മാത്രം. ഒരു ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജനലിൽ കൂടെ പുറത്തു നോക്കിയിരിക്കുമായിരുന്നു. കാരണം എനിക്ക് പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ മിസ്സ് എണീപ്പിച്ച് നിർത്തി ഫിഷ് എവിടെ താമസിക്കുന്നതെന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മിണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിള്ളേരെല്ലാം കളിയാക്കാൻ തുടങ്ങി. ആക്ച്വലി എനിക്ക് സങ്കടമായി. പിന്നെ കുഴപ്പമില്ല, എനിക്ക് പിന്നെ ഒന്നും അറിയാത്തതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. ഇതൊരു സ്ഥിര പരിപാടിയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സോഷ്യൽ പഠിപ്പിക്കുന്ന ഒരു മിസ് ഉണ്ടായിരുന്നു, സുഹാസിനി മിസ്. അന്ന് സോളാർ സിസ്റ്റം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 9 പ്ലാനറ്റ്സിൻ്റെ പേരും ബോർഡിൽ എഴുതി അത് ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. ദൈവമേ, അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി. കാരണം എനിക്കിത് വായിക്കാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാ പ്ലാനറ്റ്സിൻ്റെ പേരും ബോർഡിൽ നോക്കി എഴുതിയിട്ട് ഓരോ കുട്ടികൾ വായിക്കുമ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ മലയാളത്തിൽ എഴുതി, ഇങ്ങനെ മെർക്കുറി, വീനസ് എന്നും പറഞ്ഞിട്ട്. മിസ് ഇത് കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മിസ് പറഞ്ഞു അടുത്ത അവർ PT അവരായിരുന്നു. അപ്പോൾ സ്നേഹ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി, ഇനി ഞാൻ പറയാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നെക്സ്റ്റ് അവറിൽ എല്ലാവരും കളിക്കാനൊക്കെ പോയ സമയത്ത് മിസ് വന്നിരുന്നിട്ട് എനിക്ക് ഈ സോളാർ സിസ്റ്റം മുഴുവൻ ഇങ്ങനെ വായിച്ച് പറഞ്ഞു തന്നു. എന്താണെന്നറിയത്തില്ല, എനിക്ക് ആ സംഭവം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിനെ. ആ മിസ്സിന് ഈ കാര്യം ഓർമ്മയുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്നെ തന്നെ ഓർമ്മയുണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷെ എന്നാലും എനിക്ക് മിസ്സിനെ നല്ല ഓർമ്മയുണ്ട്, സോളാർ സിസ്റ്റവും നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടോക്കണേ. ബൈ.